ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ലോങ് ആയിട്ടുള്ള നോർമൽ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ യോക്ക് വരെ ആണല്ലോ സിബ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത്തിനനുസരിച്ച് അത്യാവശ്യം നല്ല നീളത്തിൽ വരുന്ന ഒരു സിബാണ് കേട്ടോ. അത് മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്നുമില്ല. എത്രയാണോ വരുന്നത് അത്രയും നമ്മളെ ഫ്രോക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ കൂടെ തന്നെ സ്കേർട്ട് പോർഷനിലേക്കും ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലോങ് ആയിട്ടുള്ള സിബ് എങ്ങനെയാണ്, നമുക്ക് നോർമൽ സിബാണ്, എന്നാലും സിബ് കാണാത്ത രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് പീസിൽ ഇതുപോലെ നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ട് സൈഡിലൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് യോക്ക് പീസാണ്, ബാക്ക് നെക്കാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്തതിനെ നമുക്കൊരു ലൈനായിട്ട് വരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ സിബിൻ്റെ ആ ഒരു പൊസിഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോർമൽ സിബാണ്. അപ്പോൾ യോക്ക് പാർഷനിൽ മാത്രം വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പകുതി കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ഞാനത് ലോങ് ആയിട്ട് തന്നെ വെക്കുന്നുണ്ട്. ഇത് ഇൻവിസിബിൾ സിബുമാണ്, നോർമൽ സിബുമാണ്. നോർമൽ സിബിൻ്റെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഉള്ളിലേക്ക് കാണാത്ത രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ. അത്രയും പോർഷൻ അത് ഉള്ളിലേക്കായാൽ നമുക്ക് സിബ് തുറക്കാനും അടക്കാനും പറ്റില്ല. എന്നാൽ ഇൻവിസിബിൾ സിബാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു എഡ്ജ് വളരെ തിന്നാണ് കേട്ടോ. ആ സിബ് പോകുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് നമുക്ക് മാക്സിമം ഇങ്ങോട്ടേക്കാക്കിയിട്ട് എഡ്ജിലൂടെ ഇൻവിസിബിൾ സിബ്ബർ ഫൂട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നിന്ന് എടുക്കുന്നത് നോർമൽ സിബാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും വ്യത്യാസം കാണാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോർമൽ സിബ് നമുക്ക് ഉള്ളിലേക്ക് തയ്ച്ചെടുക്കാൻ പറ്റില്ല, എന്നാലും നമുക്ക് കാണാത്ത രൂപത്തിൽ ക്ലോത്ത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ലെങ്ത്ത് വരുന്നൊരു സിബാണ്. അത് ഞാൻ കട്ട് ചെയ്യാതെ തന്നെ ഇതാ നമ്മൾ ഒരു ലൈന് മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ അങ്ങോട്ടേക്ക് കറക്റ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ എഡ്ജ് ഭാഗത്തുണ്ടല്ലോ ഒരു സ്റ്റോപ്പ് വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ആ സിബിനെ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് അത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്റ്റോപ്പ് വരുന്നൊരു സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തിൻ്റെ അങ്ങോട്ടേക്കാക്കി വെക്കുന്നുണ്ട്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് മാറ്റും. അതുപോലെ തന്നെ നമ്മളൊരു ലൈന് വരച്ചല്ലോ, അതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സിബ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്ത് വെക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ആ ഒരു നെക്കിൻ്റെ പോർഷൻ മാർക്ക് ചെയ്തെടുക്കാം. അതേപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് സിബ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലൂടെ താഴേക്ക് ഒരു സ്റ്റിച്ചും കൂടി ഇട്ടിട്ട് ഈ ഒരു യോക്ക് പോർഷനെ നമുക്ക് പാർട്ടീഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിബൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റഫ് യൂസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും രണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഞാനിതുപോലെ രണ്ട് സ്റ്റിച്ചാക്കിയിട്ട് നെക്കിൻ്റെ ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള ആ ഒരു നെക്കിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ, മെയിൻ പീസ്, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു സിബിൻ്റെ ബാക്കി വന്നിട്ടുള്ളതും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിബിൻ്റെ എഡ്ജ് കാണാത്ത രൂപത്തിൽ ഉള്ളിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം മറിച്ചിട്ടെടുക്കാൻ ഈസി ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്രോസ് കട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിനെ പാർട്ടീഷൻ ചെയ്യേണ്ടതുണ്ട്. രണ്ടായിട്ട് എടുക്കണമല്ലോ സിബിൻ്റെ ആ ഒരു ഭാഗം. അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിരുന്നല്ലോ സിബ് രണ്ടും, ആ ഒരു ഏരിയയിലൂടെ സിബിൽ കൊള്ളാതെ നമ്മൾ രണ്ട് സൈഡിലും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക, രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ചെറിയൊരു ഗ്യാപ്പിൽ മാർക്ക് ചെയ്തതിലൂടെ നമുക്കൊരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഒറ്റ സ്റ്റിച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ത്രെഡിൽ കൊള്ളാതെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് മറിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ടെടുക്കുന്ന സമയത്ത് നമ്മുടെ സിബിൻ്റെ ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ, അത് തയ്യൽ തുമ്പിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എഡ്ജ് അവിടെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെ നമുക്ക് കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് ഒരു സിബിനെ നമുക്കിനി മറിച്ചിട്ട് ബാക്ക് സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇപ്പോഴല്ല ചെയ്യുന്നത്, നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ഈ ഒരു സിബ് ഇനി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതുവരെ ഈ സിബ് ഇവിടെ തന്നെ ഇങ്ങനെ നമുക്ക് പിൻ ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെ ഫ്രണ്ട് പീസും അതുപോലെ തന്നെ സ്ലീവ്സും ഒക്കെ അറ്റാച്ച് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ ഞാൻ ഈ ഒരു ഭാഗം ഇതുപോലൊന്ന് പിൻ ചെയ്തിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 മുട്ടുസൂചി വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗം സ്ലീവ്സും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ യോക്ക് ഭാഗം 2 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബാക്കി എക്സ്ട്രാ വന്നിട്ടുള്ള പീസിനൊക്കെ കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോഴും ഞാൻ സിബ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ, അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മുടെ യോക്കിൻ്റെ ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ താഴെ വരുന്ന ഒരു സ്കേർട്ട് പോർഷൻ ഉണ്ടല്ലോ, അതും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഞൊറിവ് ഇട്ട് തുടങ്ങേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഞൊറിവ് അവസാനിക്കേണ്ടതും നമ്മുടെ ആ സിബിൻ്റെ ഓപ്പൺ വരുന്ന ഒരു ഭാഗത്തേക്കാണ് കേട്ടോ. അതിനാണ് ഞാൻ സൈഡ് 2 ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതാ നമ്മുടെ യോക്ക് ഭാഗത്തേക്ക് ആ ഒരു സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങ് നമ്മുടെ സിബ് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു ഭാഗം ചെറുതായിട്ട് മടക്കി എടുക്കുന്നുണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് മുന്നായിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇനി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. വളരെ ഈസിയാണ് ഇതുപോലുള്ള സിബൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗം കറക്റ്റാക്കിയിട്ട് നമ്മൾ 2 ഒരുമിച്ച് തന്നെ വരണം കേട്ടോ, അപ്പോഴാണ് ആ ഒരു വൃത്തി വരുന്നത്. അപ്പോൾ അതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രോക്കിൻ്റെ ഇത്രയും ഭാഗം സിബ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രത്തോളം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ആ സിബിൻ്റെ പല്ല് വരുന്നൊരു ഏരിയ ഉണ്ടല്ലോ, അത്രയും ഭാഗത്തേക്ക് നമ്മൾ ഈ ക്ലോത്തിനും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതിൻ്റെ എഡ്ജിലൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്തൊന്നും വേണ്ട, സിബിൻ്റെ ആ ഒരു ഏരിയ എത്രയാണോ അതിൻ്റെ എഡ്ജിലൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറുതായിട്ട് ആ ഒരു ഭാഗം ലോക്കിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മുടെ സിബിനെ കാണാത്ത രൂപത്തിൽ കുറച്ച് ക്ലോത്തിനെ ഞാൻ അങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ഭാഗം വൃത്തി വരുന്നത്. അപ്പോൾ തന്നെ നോക്കുമ്പോൾ നമ്മുടെ സിബിനെ കാണുന്നില്ലല്ലോ, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ സിബിനെ കാണുന്നില്ല. അതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് സിബിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്രത്തോളം ഞാൻ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തയ്യൽ തുമ്പൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതും ഒന്ന് മടക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനി ഈ ഒരു താഴെ ഭാഗത്തും ഞാനിതുപോലെ ലോക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഒരു സൈഡാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്, ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സിബ്ബർ ഫൂട്ടിൻ്റെ ഒരു പൊസിഷൻ ഞാൻ മാറ്റി കൊടുക്കാണ്. ഇതിന് ലെഫ്റ്റ് റൈറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതില്ലെങ്കിലും നമുക്ക് നോർമൽ ഫൂട്ടിലും ഇത് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണോ തയ്ച്ചെടുത്തത് അതുപോലെ തന്നെ കേട്ടോ ഈ ഒരു ഭാഗവും തയ്ച്ചെടുക്കുന്നത്. നമ്മുടെ സിബിൻ്റെ ആ ഒരു പല്ലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ക്ലോത്തിനെ ഒന്ന് മടക്കിയിട്ട് ആ ഒരു ഏരിയയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സിബ് അടക്കുന്ന സമയത്ത് സിബിനെ കാണൂല കേട്ടോ. അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു ഭാഗവും ഞാൻ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അവിടെയും ഞാൻ ചെറുതായിട്ടൊന്ന് ലോക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിബ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് വന്നിട്ടുള്ള ഫ്രോക്കിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമാണ് ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനെപ്പോലെ ഉള്ളിലേക്കൊന്ന് പിടിച്ചിട്ട് നമ്മുടെ സിബിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് സിബിൽ കൊള്ളാതെ അതിൻ്റെ എഡ്ജിലായിട്ട്, ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ എഡ്ജിലായിട്ട് ഇതുപോലൊരു ലോക്ക് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് എത്രയാണോ അത്രയും പോർഷൻ നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പാർട്ടേ എനിക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ സിബ് തയ്ച്ചതിന് ശേഷം. ഇനി നമുക്ക് ഇതിനെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് സിബിനെ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് സിബ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല ലെങ്ത്തിൽ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്റ്റിച്ചും കൂടെ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. സിബ് ആകുമ്പോൾ നമ്മളെപ്പോഴും അടക്കാതെ തുറക്കുക അങ്ങനെ ആകുമ്പോൾ തന്നെ അത് കുറച്ച് റഫ് യൂസാണ്. ഇതുപോലെ തന്നെ ഞാൻ നോർമൽ നമ്മൾ യോക്കിൽ ചെയ്തെടുക്കുന്ന ആ ഒരു സിബും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. സിബ് നോർമൽ സിബ് ആണെങ്കിലും അത് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല വൃത്തിയിൽ സിബ് തയ്ച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.